വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങളൊക്കെ? ഇന്നലത്തിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയൊരു വിൽപ്പന വിപണിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് 1.5% മുൻതര ഓഹരി സൂചികകളിൽ നഷ്ടമുണ്ടായത്. എന്നാൽ രണ്ടാംതര ചെറുകിട ഓഹരികളിലാണെങ്കിൽ അതിലധികം വിൽപ്പന പ്രകടമായിരുന്നു. ആഗോള സാഹചര്യങ്ങൾ അത്ര മോശമല്ലെങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പന തന്നെയാണ്. ഇന്നലെയും ഏതാണ്ട് 4,000 കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതുവരെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള വിൽപ്പനയാണ് വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസം തന്നെ ഈ ജനുവരി മാസം തന്നെ ഏതാണ്ട് 56,000 കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര ഘടകങ്ങൾ തൃപ്തികരം തന്നെയാണ്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ സമ്മിശ്രമായാണ് ഇതുവരെ പുറത്തു വന്നിരുന്നത്. പല കമ്പനികളിലെ പ്രവർത്തന ഫലങ്ങൾ മികച്ചതായിരുന്നു. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പന പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന തന്നെയാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കാം. 23,300 എന്നൊരു നിലവാരമാണ് ഇപ്പോൾ വിപണിക്ക് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കേണ്ടതുണ്ട്. അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത് 23,000 തന്നെയാണ്. ഈ ഒരു നിലവാരത്തിൽ നിന്ന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഹ്രസ്വകാലത്തേക്ക് വിൽപ്പന സമ്മർദ്ദം തുടരാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പുറത്തു വരാനിരിക്കുന്ന HDFC ബാങ്കിന്റെ പ്രവർത്തന ഫലം ഒരു പ്രധാനം തന്നെയാണ്. ബാങ്കിങ് മേഖലയിൽ മൊത്തത്തിൽ പ്രവർത്തന ഫലത്തിന് ഒരു അനുകൂലമായ ഒരു സമീപനം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അത് ഹ്രസ്വകാലത്തേക്കെങ്കിലും വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യത്തിന് വഴിവെച്ചേക്കാം. എങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട ഒരു വിപണിയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വിൽപ്പന തന്നെയാണ്. അത് തുടരുകയാണ് തീർച്ചയായും വരും ദിവസങ്ങളിലും വിപണി കൂടുതൽ സമ്മർദ്ദത്തിലയക്കാം.